വെൽക്കം ടു ഓൾ മദ്രാസ് മോട്ടോർസൈക്കിൾസ്. ഓൾ മദ്രാസ് മോട്ടോർസൈക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ബാഡ്ജാണ് പരിചയപ്പെടാൻ പോകുന്നത്. കുറേ കാലമായിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ബാഡ്ജായിരുന്നു. അപ്പോൾ അതിനടുത്ത് എനിക്ക് വാങ്ങാനിടയായി. അപ്പോൾ അത് ഇന്നാണ് കൈ കിട്ടിയത്. ലൂക്കാസിൻ്റെ ഒരു ബാഡ്ജാണ്. അപ്പോൾ നമുക്ക് നോക്കാം ബാഡ്ജ് എങ്ങനെയാണ്. കുറേ കാലത്തിനുള്ള കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഒരു ബാഡ്ജ് കൈ കിട്ടിയത്. ഒരുപാട് വട്ടം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഒന്ന് വാങ്ങിക്കാൻ പറ്റിയില്ല. കാരണം നല്ല പ്രൈസായിരുന്നു. ഇന്നിപ്പോൾ അത് അത്യാവശ്യം ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് നമുക്കത് കിട്ടി. ബാഡ്ജ് നമുക്ക് നോക്കാം. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ബാഡ്ജാണ്. നല്ല ക്വാളിറ്റിയാണ്. പുറത്തെ ഗ്ലാസ്സിലൊന്നും അത്ര വലിയ സ്ക്രാച്ച് ഒന്നുമില്ല. ഇതിനു മുന്നേ ഫോട്ടോ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഈ ഒരു ബാഡ്ജ്. ഒരുപാട് ബാഡ്ജുകൾ കയ്യിലുണ്ടായിരുന്നെങ്കിലും ലൂക്കാസിൻ്റെ ഈ ഒരു മോട്ടറിംഗ് ക്ലബ് ബാഡ്ജ് ആദ്യമായിട്ടാണ് കൈ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ശരിക്കുണ്ട്. ഉള്ളിൽ ലെറ്റേഴ്സോ ഒന്നിനും ഒരു ക്രാക്കോ ഒന്നും കാണാനില്ല. ലയൺ എംബ്ലം വളരെ കറക്റ്റായിട്ട് ഉണ്ട്. ഒരുപാട് ബാഡ്ജുകൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതിലൊക്കെ ക്രാക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നന്നായിട്ട് പ്രിസർവ്ഡ് ആണ്. കാരണം ഈ പുറത്ത് ഗ്ലാസ്സാണ്. ഒരു ഗ്ലാസ് അല്ല, ഒരുതരം ഫൈബറാണ്. അതിൻ്റെ ബാക്കിൽ മെറ്റലാണ്. ഈ ലെറ്റേഴ്സ് എല്ലാം മെറ്റലിലാണ് വരുന്നത്. പുറത്ത് ഒരു കർവിക്കലായിട്ടുള്ളൊരു ഷേപ്പാണ് കണ്ടില്ലേ. അപ്പോൾ ബാഡ്ജ് നല്ല ബാഡ്ജാണ്, മെറ്റലാണ്. അതുപോലെ തന്നെ നല്ലൊരു ക്ലാമ്പും ഉണ്ട്. ഇതിൻ്റെ ഒറിജിനൽ ബ്രാസ് സ്ക്രൂസ് ഉണ്ട്. ക്ലാമ്പിൽ നമുക്കൊരു പാറ്റേൺ നമ്പർ കാണാൻ പറ്റും. അത് എന്താണെന്ന് അറിയുന്നില്ല. 62 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇയർ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റേത് അവരുടെ മെമ്പർഷിപ്പ് നമ്പർ ആയിരിക്കാം. പിന്നെ ഒരു 1 ചിലപ്പോൾ മെമ്പർഷിപ്പിൻ്റെ വേറെ എന്തെങ്കിലും ഇതായിരിക്കാം. അല്ലെങ്കിൽ ജനുവരി 62 ആയിരിക്കാം, 1962 ആയിരിക്കാം. അങ്ങനെ ആവാനും സാധ്യതയുണ്ട്. മെമ്പർ നെയിമായിരിക്കും. പിന്നെ ചിലപ്പോൾ മന്തും പിന്നെ ഇയറും ആയിരിക്കും. 62. അപ്പോൾ ഏകദേശം ഒരു എത്ര വർഷമായിട്ടുണ്ടാവും? 60 years, 60 വർഷത്തോളം പഴക്കമുള്ളൊരു ബാഡ്ജായിരിക്കണം അത്. 60 വർഷം പഴക്കമുള്ളൊരു ബാഡ്ജാണ് അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത്. അത് ഇത്രയും കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഫ്രണ്ടിലൊന്നും ആ ഗ്ലാസ്സിലൊന്നും ഒരു സ്ക്രാച്ചും ഇല്ല. നമ്മൾ ആദ്യം കണ്ടപ്പോൾ ഗ്ലാസ് ഒന്ന് മങ്ങിയ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫോട്ടോൻ്റെതായിരുന്നു. പക്ഷെ അത് കയ്യിൽ കിട്ടിയപ്പോൾ കറക്റ്റാണ്. നല്ല ഗ്ലേസിംഗ് ഉണ്ട്. നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്. എന്തായാലും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് WD അടിച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ബാഡ്ജ് കിട്ടിയതിൽ വളരെ അധികം സന്തോഷമുണ്ട്. എന്തായാലും വേറെയും 2-3 ബാഡ്ജുകൾ വരാനുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്ന ബാഡ്ജ് വന്നു കഴിഞ്ഞാൽ ഈ ബാഡ്ജ് സെയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു ഫോർ സെയിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് ബൈ.